ഈസി ആൻഡ് ക്വിക്ക് കല്ലുമ്മക്കായ അരിക്കടക്കേൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ആക്ച്വലി ഞാനിന്ന് ചാൻ്റെ വീട്ടിൽ ചാൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടുന്ന് അരി കുതിർത്തി വെച്ചിട്ട് അരച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഞാനിപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ മുഴുവനായിട്ട് ഒരു ഗ്ലാസ് നിറയെ പുട്ടുപൊടി എടുത്തു. അതേ ഗ്ലാസ്സിൽ മുക്കാൽ അളവിൽ പത്തിരിപ്പൊടി എടുത്തു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം കുടിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് കുറച്ചും കൂടി പോകുമ്പം കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഷാലറ്റ്സ് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ പെരുംജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളുപ്പ്, ഇതൊക്കെ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ചൂടുവെള്ളം വേണമെന്നില്ല, നോർമൽ വെള്ളം തന്നെ മിക്സ് ചെയ്താൽ മതി. കയ്യിൽ ഉരുട്ടിയെടുത്ത ഷേപ്പ് കിട്ടുന്ന രീതിയിൽ വരെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി നമ്മൾ മീൻ ഇറച്ചിയൊക്കെ വാങ്ങുന്നത് ശനിയാഴ്ചകളിലാണ്. അത് കാരണം എന്ന് വെച്ചാൽ വയനാട്ടിൽ നിന്നും പിന്നെ തൃശ്ശൂരിൽ നിന്നും ചില ആൾക്കാർ ഈ കച്ചവടത്തിനായി അവർ മീനും പച്ചക്കറിയൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവരിൽ നിന്നാണ് നമ്മൾ നോർമലി ഇത് വാങ്ങാറ്. പല മീനുകളും കിട്ടും, പച്ചക്കറികളൊക്കെ കിട്ടും, നാട്ടിലെ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണ് കിട്ടാറ്. നല്ല നാടൻ സ്നാക്സും കിട്ടും, അച്ചപ്പം, ഉണ്ണിയപ്പം, കിണ്ണത്തപ്പം, അതുപോലെ തന്നെ ചക്ക ചിപ്സൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇതൊക്കെ വാങ്ങാറുണ്ട്. കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഇതാ കല്ലുമ്മക്കായ കിട്ടി. അപ്പോൾ പിന്നെ കണ്ടാൽ നമ്മൾ വിടുമോ? കയ്യോടെ പൊക്കി ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവട്ടെ. ആ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ റെഡിയായ മാവിന് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു പ്രത്യേക ഒരു സംഭവം എന്ന് വെച്ചാൽ ഷെല്ലില്ലാണ്ടാണ് നമുക്ക് ഈ കല്ലുമ്മക്കായ കിട്ടിയത്. നോർമലി നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, ആ കല്ലുമ്മക്കായയുടെ ചിപ്പിൻ്റെ ഉള്ളിൽ ഈ മാവ് നിറച്ചിട്ടാണ് ആവിക്ക് വെക്കാറ്. അതിൻ്റെ ഷേപ്പും പ്രധാനമാണല്ലോ. നമുക്ക് കഴിക്കുമ്പം അതിൻ്റെ ഒരു ഒറിജിനാലിറ്റിയും കൂടി കിട്ടണമല്ലോ. അപ്പം അതെല്ലാം ഓർത്താണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. എല്ലാം ഒരു പരീക്ഷണം തന്നെ അല്ലേ. ഫൈനലി തോടില്ലാണ്ട് എങ്ങനെ നമുക്ക് അരിക്കടക്ക ഉണ്ടാക്കാമെന്നുള്ളത്, കല്ലുമ്മക്കായി അരിക്കടക്ക ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പം അത് ഒരുവിധം സക്സസ് ആയി തന്നെ പറയാം. അപ്പം നിങ്ങൾക്ക് തോട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളിത് സുഖമായിട്ട് അരിക്കടക്ക ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതിൽ ഞാൻ ഗ്യാരണ്ടി. അപ്പം അങ്ങനെ ഞാൻ ആ കല്ലുമ്മക്കായെ അതിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ആ മാവിലേക്ക്. എന്നിട്ട് നമുക്ക് അതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇവിടെ എനിക്ക് ഏകദേശം ഒരു 10-12 ഓളം കല്ലുമ്മക്കായാണ് എനിക്ക് അരിക്കടയ്ക്കാണ് എനിക്ക് കിട്ടിയത്. നോർമലി ഈ ഒരു അളവിൽ 15 വരെ കിട്ടും. ഞാൻ കുറച്ച് അതിൻ്റെ സൈസ് കുറച്ച് വലുതും ചെറുതല്ലായതുകൊണ്ട് എനിക്ക് 12 കിട്ടിയത്. ഒരു 15 വരെയൊക്കെ പോകും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി അടച്ച് വെച്ചിട്ട് ഒരു 20 to 25 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയത്തിൽ നമുക്ക് ഇതിന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു പിഞ്ചുപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ നമ്മൾ വേവിച്ച് വെച്ച അരിക്കടക്കയെ നന്നായി അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അത്യാവശ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടുന്ന അളവിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിം കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു സൈഡ് കരിഞ്ഞു പോകും. ഒരു സൈഡായ ശേഷം മറു സൈഡ് നമ്മൾ മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യുക. എല്ലാ സൈഡും ഫ്രൈ ചെയ്യുക. നല്ല മുരിച്ചെടുത്താൽ കടിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും, ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു സക്സസ് സ്റ്റോറിയും കൂടിയാണ്. കാരണം ഇതിൽ ഞാൻ പറഞ്ഞ പോലെ അരി കുതിർത്തി അരക്കാനാണ് ഉണ്ടാക്കിയത്. പുട്ടുപൊടിയും പത്തിരിപ്പൊടിയും ഉപയോഗിച്ചു. പിന്നെ അതിൻ്റെ തോടില്ലാണ്ട്, ഇതിൻ്റെ ഷെല്ലില്ലാണ്ടും കൂടിയാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഏകദേശം ആ ഷേപ്പിൽ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. കഴിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്